പക്ഷേ നമുക്ക് ഏറ്റവും വിലയുള്ള സാധനങ്ങൾ മൊത്തം പോയിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ജാക്കി വണ്ടി പൊന്തിക്കണ ഹൈഡ്രോളിക് ജാക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ അടിച്ചു മാറ്റി. വാട്ട് എ ഫാന്റാസ്റ്റിക് ആൻഡ് മാർവലസ്. വെൽക്കം ബാക്ക് അഗെയിൻ. ദിൽഷാദാണ്. നമ്മൾ ഒരുപാട് ദിവസമായി വെൽക്കം ബാക്ക് അഗെയിൻ നിങ്ങൾ കേട്ടിട്ട് ഇപ്പോഴാണ് ശരിക്കും ഒരു പഞ്ചുള്ള വെൽക്കം ബാക്ക് അഗെയിൻ ആയത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് നേരെ ഇവിടെ കെനിയയിലെത്തിയിട്ടോ. മൊംബാസയിലുണ്ട്. മൊംബാസയിൽ നമ്മളെ വണ്ടി റിലീസായി. വണ്ടി കാണിച്ചു തരാം. ഞാനിവിടെ ഒരു നൈല ബീച്ച് റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ മൊംബാസയിൽ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടും നമുക്ക് ആദ്യം എല്ലാവരും പറയുന്നൊരു പേര് പ്രശാന്തേട്ടൻ്റെ പേരാണ്. അങ്ങനെ പ്രശാന്തേട്ടനെ ഞാൻ കോൺടാക്ട് ചെയ്തു. പ്രശാന്തേട്ടൻ വഴി വിനോദ് എന്ന് പറഞ്ഞ ആൾ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം വണ്ടി ക്ലിയർ ചെയ്ത് ഇവിടെ ഇറക്കി. പ്രശാന്തേട്ടനാണ് ഇന്നലെ പിന്നെ ഇവിടെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. മൂപ്പര ജീവിതത്തിൽ ഈ കെനിയയിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര ലേറ്റായൊരു പിക്കപ്പ് ഇന്നെടുക്കാൻ വേണ്ടി വന്നത്. 4 മണിക്കൂറോളം ഏകദേശം എയർപോർട്ടിൽ ബോസ് പോസ്റ്റായി. കാരണം എൻ്റെ ഒരു ലഗേജ് കിട്ടിയില്ല. കിട്ടിയ ഒരു ലഗേജിനാണെങ്കിൽ ഇവർ ഡ്യൂട്ടി എടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടീൻ്റെ 1-2 പാർട്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൈസ ആഫ്രിക്കയിലെത്തില്ല. ഈ പൈസ അങ്ങനെ ഏതായാലും ഒരു 10 മണിയാകുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ എത്തി. നമ്മൾ ചെറുക്കെന്താ ഇവിടെ ഉണ്ട്. സോ ഒഫീഷ്യലി വെൽക്കം ടു ആഫ്രിക്ക. മിസ്റ്റർ ഫാസൽ, നമ്മൾ റുവാണ്ടയിൽ നമ്മൾ ഒരുമിച്ച് റൈഡ് ചെയ്തിരുന്നു. ദിസ് ഈസ് മൈ ഫ്രണ്ട് ഫ്രം നൈജീരിയ. നെയിം ഓബി. ഇവര് തമ്മിൽ ഇന്നലെ സിങ്ക് ആയത് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ വേറെ അങ്ങോട്ടും ട്രിപ്പൊക്കെ പോയി. ഇതാണ് നമ്മുടെ നൈജീരിയൻ സ്പോൺസർ. വെൽക്കം ടു കെനിയ. Welcome to Kenya. No, you don't say that. You say welcome to Nigeria. Of course. There is nothing to worry. You can say welcome to Africa. Welcome to Africa. Welcome to Mombasa. Thank you. പിന്നെ കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് ഇന്നലെ വണ്ടി മൂപ്പരെ എടുത്ത് വാഷൊക്കെ ചെയ്ത് പിന്നെ സർവീസൊക്കെ ചെയ്ത് മൂപ്പര ഗോഡൗണിലവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മൂപ്പരെല്ലാവരും ഫാമിലി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇത് നമ്മുടെ താൽക്കാലിക ഇൻഷുറൻസ് ആണ് കേട്ടോ. വണ്ടി ഇവിടെ കെനിയയിൽ ഓടാനുള്ള നമുക്ക് ഇനി കൊമേഴ്സ് എടുക്കണം. കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരു 5-6 രാജ്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. കുറേ പരിപാടികളുണ്ട്, കുറേ പ്ലാൻ പറയാനുണ്ട്. കുറേ ദിവസമായി നമ്മൾ തമ്മിൽ തന്നെ കണ്ടിട്ട് അങ്ങനെ കുറേ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നമ്മളിവിടെ താമസിക്കുന്നത് ഈ ഒരു റിസോർട്ടിലാണ് കേട്ടോ. വാ ലെറ്റ്സ് ഗോ. ഇത് മൊംബാസ എന്ന് പറഞ്ഞ സ്ഥലം മെയിനായിട്ട് ഒരു കെനിയൻ്റെ ഒരു സെക്കൻഡ് ക്യാപിറ്റലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. മെയിനായിട്ട് ബീച്ച് ടൂറിസമാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നടക്കുന്നത് ടൂറിസം എന്ന് പറയുന്നത് നെയ്റോബി ബേസ് ചെയ്തിട്ടുള്ള മസായിമാറാണ്. ഈ മസായിമാറ നാഷണൽ പാർക്ക് പോലെ തന്നെ ഇഷ്ടംപോലെ നാഷണൽ പാർക്കുകൾ ഇവിടെ ഉണ്ട്. അതിലൊരു നാഷണൽ പാർക്ക് നമുക്കും പോവാം. മസായികളെ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ പരിചയപ്പെട്ടാണ്. അവരുടെ ജീവിത രീതികളും കൾച്ചറും അവരുടെ ഡ്രസ്സിങ്ങും ഫുഡും എല്ലാം ഇപ്രാവശ്യം ഒന്നുകൂടി വൈഡായിട്ട് നമുക്കിത് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഹലോ. മൊംബാസ പോർട്ട്, അതായത് കെനിയൻ്റെ ആഫ്രിക്കൻ്റെ ഒട്ടുമിക്ക സാമ്പത്തിക പരിപാടികളും നടക്കുന്നത് പോർട്ട് വഴിയാണ്. ഈ കെനിയൻ്റെ അതിൽ മെയിൻ സാധനമാണ് മൊംബാസ പോർട്ട്. നമ്മുടെ വണ്ടി വന്നതും മൊംബാസ പോർട്ടിലേക്കായിരുന്നു. എല്ലാ രാജ്യക്കാരും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ മൊംബാസ പോർട്ട്. കാരണം ഇവിടെ ക്ലിയറൻസ് ഒക്കെ വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ വണ്ടി നമ്മൾ ഷിപ്പ് ചെയ്തത് കാർനെറ്റ് കൊടുത്തിട്ട് നമ്മളെ വണ്ടി ഒരു റോറോ ചെയ്തിക്കാണ് ചെയ്തത്. അതായത് കണ്ടെയ്നറിൽ കയറ്റിക്കല്ല, വണ്ടികൾ മാത്രം ഫെറിയിലൊക്കെ കയറ്റുന്ന പോലെ ഇങ്ങനെ റോറോ ചെയ്തിക്കാണ്. അപ്പോൾ അതാണ് നമ്മൾ റൂം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി. റോറോ ചെയ്തിക്കാണ്. അതിവിടെ വന്ന ദിവസം ശരിക്ക് സൺഡേ ആയിരുന്നു. സൺഡേ പറ്റില്ല. തിങ്കളാഴ്ച ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ കാർനെറ്റ് കൊടുത്ത് പേപ്പർ റെഡിയാക്കിയിട്ട് വണ്ടി ഇറങ്ങി. അത്ര സിമ്പിളാണ് പരിപാടി. നമ്മൾ കുറച്ച് പൈസ ഒക്കെ കൈക്കൂലി കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിലും സിമ്പിളായിട്ട് പരിപാടികൾ നടക്കും. കാരണം മെയിനായിട്ട് പൈസ. ഇന്നലെ സത്യം പറഞ്ഞാൽ 2000 റുപ്യ എടുത്ത് കസ്റ്റംസുകാരന് കൊടുത്തപ്പോഴാണ്, അത് പറയാൻ പറ്റുമോ പറ്റൂലെന്ന് എനിക്കറിയില്ല, പക്ഷെ കൊടുത്തപ്പോഴാണ് നമ്മൾ ലഗേജ് അവർ വിട്ടുന്നത്. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ 2500 വിലയുള്ള എൻ്റെ വണ്ടീൻ്റെ ബ്രേക്ക് പാഡിന് ഇവിടെ വേറെ 2500 കൂടി ഡ്യൂട്ടി അടയ്ക്കേണ്ടി വന്നേനെ. നമുക്ക് വേണമെങ്കിൽ മോർണിംഗ് വാക്ക് ആയിട്ട് ഇതിൽ കൂടെ ഒക്കെ നടക്കാം, പുള്ളി ചാടാം, അവിടെ ബീച്ചിൽ ഇങ്ങനെ നോക്കി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാം. അങ്ങനെ പല പരിപാടികളും
ഇവിടെ ഉണ്ട്. ഏതായാലും 1-2 ദിവസം ഞാൻ ഉണ്ടാവും. പിന്നെ വേറൊരു വിഷയം ഇവിടെ എന്താണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം നടക്കില്ല ഇവിടെ. ഫൈനാൻസ് ബില്ല് ഗവൺമെന്റ് പുതിയ ഫൈനാൻസ് ബില്ല് കൊടുന്നു ഇവിടെ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി കെനിയയിൽ ഭയങ്കര ടാക്സാ. അപ്പോൾ ഈ ഫൈനാൻസ് ബില്ല് വരുന്നതോട് കൂടി ഇത് ഡബിൾ ആവും. അപ്പോൾ ഇവർ മെയിനായിട്ട് ലോക്കൽസ് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം ഇപ്പൊ ഇവിടെ ഈ മൊബൈൽ മണി പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ മൊബൈൽ നമ്മൾ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ നിലവില് അതിന് ചെറിയ ചാർജ് ഉള്ളൂ. ഇത് വരുന്നതോട് കൂടി 40% ഒക്കെയാണ് ചാർജ് എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാ 40% പറഞ്ഞാൽ ഒരു 100 രൂപയാണെങ്കിൽ 40 രൂപ ചാർജ്. അതിനെതിരെ പിന്നെ അതേമാതിരി 25 വയസ്സായ ഓരോരുത്തരും മാസം 300 ഷില്ലിങ്. ഇന്ത്യൻ മണിയും ഇവിടെ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പൊ 300 ഷില്ലിങ് ഗവൺമെന്റിന് പേ ചെയ്യണം. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവം. അതുകൊണ്ടാണ് ഇവർ ഇത്രയും അങ്ങനെ കുറെ ഡൊമസ്റ്റിക് പ്രോബ്ലങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് തന്നെ. സ്വതുവേ ആഫ്രിക്കയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും നമ്മുടെ നാട്ടിലെ ഹർത്താലൊക്കെ പോലെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ദിവസം ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ വെടി വരെ വെക്കും. ഇവിടെ കുറേ ആളുകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം തന്നെ ആയിരുന്നു ശരിക്കും സുഡാനിലൊക്കെ ആരംഭിച്ചത്. പല സ്ഥലത്തും അത് റീജിയനുകൾ ബേസ് ചെയ്തിട്ടാണെങ്കിലും ഇപ്പോൾ ഇത് രാജ്യാന്തര പ്രശ്നമായിട്ട് പല റീജിയനുകളിലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. നമ്മൾ എവിടെ ചെല്ലുന്നോ അവിടെ പ്രശ്നങ്ങൾ. സോ വെൽക്കം ടു മുംബസ ബീച്ച്. ഒട്ടക ഞാൻ ആദ്യമായിട്ടാണ് ബീച്ചിൽ ഒട്ടകത്തിന് കണ്ടത്. മരുഭൂമിയിൽ കണ്ടിരുന്നല്ലാതെ അല്ലന്നമല്ല ഒട്ടക ചാടി മാറി ഫ്ലിപ്പേ. ഒരു ഇന്ത്യൻ സ്റ്റൈലും ഒരു നൈജീരിയൻ സ്റ്റൈലും ഫ്ലിപ്പേ ആയുണ്ടോ? How are you? Fine, and you? Fine, good. You got a ticket? Huh? A ticket. സമ്മതിച്ചല്ലേ, നമ്മൾ 2 ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് ഉജാമ്പ കെനിയാണ്. അപ്പോൾ ഇവിടെ താമസിക്കവർക്ക് ഇവർക്ക് കുളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവ അവിടെ കുളിക്കാണ്ടപ്പോൾ മറ്റോ വന്ന് ചോദിച്ചു ഇവരെന്തിനാണ് അവിടെ കുളിക്കുന്നത്. അവർ ഞാൻ കുളിക്കില്ല, എൻ്റെ പകരം അവൻ കുളിക്കുകയാണ്. അനങ്ങിയ പൈസ വരും. മണി മണി മണി. നമ്മളെ നാട്ടിലെ പോലെ തെങ്ങൊക്കെ നോക്ക്. ഈ തെങ്ങെന്ന് മാത്രമല്ല നമ്മളെ നാട്ടിലെ കാലാവസ്ഥ, മഴ കിട്ടും, തെങ്ങ്, വാഴ, കവുങ്ങ് എല്ലാ കാക്ക വരെ ഏതാണെന്ന് വിളിക്കുന്നത്. ഇനി എന്ത് വേണം? ഇവിടെ ശരിക്ക് 6500 മുതൽ 20,000 വരെയാണ് ഇവിടുത്തെ റൂം റെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഈ ബീച്ച് ടൂറിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ. ഇപ്പമാണെങ്കിൽ സീസൺ കൂടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ വരും. പക്ഷെ ഇപ്പം ആൾക്കാർ വരാത്ത എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കെനിയയിലെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. നമ്മളെ വണ്ടി ഇന്നലെ ഞാൻ പ്രശാന്താറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം അലങ്കോലമായി എടുക്കുകയാണ്. അലങ്കോലം പറഞ്ഞാൽ ഇന്നലെ എയർപോർട്ട് പോയി വന്നിട്ട് തന്നെ എൻ്റെ പെട്ടിയൊക്കെ വലിയ പൂച്ച മാന്തിയിട്ടാണ്. കണ്ടില്ലേ നമ്മളെ ലഗേജ്. അപ്പം അവർക്ക് ഒരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ എന്ന് പറയാണ്ടോ. അപ്പോൾ അവർക്കൊരു വണ്ടി കൂടി കിട്ടി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് പറയാണ്ടോ. നമുക്ക് വണ്ടിയാണ് മാറ്റിയിട്ടിട്ട് ഇത് മൊത്തം ഒന്ന് തെർത്തി പാക്കണം. അറ്റകൂച്ച പാനികളെല്ലാം ചീർക്കണം ഗ്യാസ് ഉണ്ടോ. മെഡിക്കൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൻ്റെ ഒക്കെ കോല മരുന്നൊക്കെ വലിച്ചെറിയ എന്തൊക്കെയോ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് മൊത്തം സെറ്റാക്കാം കേട്ടോ. അപ്പോൾ വണ്ടി അങ്ങോട്ട് ഇടാം. പിന്നെന്താ അങ്ങനെ ഒരു KL വണ്ടി മുന്നേ ഇവിടെ കെനിയയിൽ വന്നിട്ടുണ്ടോയെന്ന് സംശയമാണ്, എനിക്കറിയില്ല. ഇന്ത്യൻ വണ്ടികൾ ചിലപ്പോൾ വന്നിട്ടുണ്ടോ, കാരണം നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ അറിവിലേതും വന്നിട്ടില്ല, പക്ഷേ നമ്മളറിയാതെ ഏതെങ്കിലും വന്നിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട്. പക്ഷേ KL വണ്ടി ഏതും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്. ഇപ്പോഴാണ് നമ്മൾ കളിക്ക് വന്നത്. നമ്മൾ കാര്യത്തേക്ക് വന്നത്. വണ്ടിയിലുണ്ടായിരുന്ന നമ്മുടെ മിക്സ്റ്റോ അറേബ്യൻ്റെ ഒരുപാട് പാക്കറ്റുകൾ, ബേക്കറി ഐറ്റംസുകൾ അത് മൊത്തം പോയി. ചിലപ്പോൾ സെക്യൂരിറ്റി റീസൺ കൊണ്ട് പുറത്തുനിന്ന് എടുത്തായിരിക്കും. പക്ഷേ നമ്മൾ വില കൂടിയ നല്ലൊരു ഹൈലി കോസ്റ്റ്ലി ജാക്കറ്റ് നമുക്ക് വെറുതെ ഇഷ്ടമായിട്ട് വാങ്ങിയല്ല, നമ്മൾ ആവശ്യമായതുകൊണ്ട് മാത്രം വാങ്ങിയ സാധനമായിരുന്നത്. അത് സെക്യൂരിറ്റി റീസൺ എടുത്തല്ല, അടിച്ചു മാറ്റിയതാണ്.
അത് പോർട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ സാധനം മിസ്സിങ് ആണ്. പിന്നെ വണ്ടിയിലുണ്ടായിരുന്ന സ്പ്രേ മിസ്സിങ് ആണ്. കുറേ സാധനങ്ങൾ പോയി. ഭാഗ്യത്തിന് നമ്മളെ ബാക്കി സാധനങ്ങൾ, അതായത് കുറേ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണമല്ലാത്ത ഡോക്യുമെൻറ്റ് അതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും വിലയുള്ള സാധനങ്ങൾ മൊത്തം പോയിക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ജാക്ക്, വണ്ടി പൊന്തിക്കണ ഹൈഡ്രോളിക് ജാക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ അടിച്ചു മാറ്റി. വാട്ട് എ ഫെൻറ്റാസ്റ്റിക് ആൻഡ് മാർവലസ്. ഇതൊക്കെ മൊത്തം കാലിയാണ് ഈ സാധനം. ഫസ്റ്റ് എയ്ഡ് വരെ ഇവർ വിതറി. ഇതിൽ മൊത്തം സാധനങ്ങളായിരുന്നു. മരുന്നുകൾ കുറേ ഇവിടെ എടുക്കണ് ഉണ്ടോ. ഇതൊക്കെ ഇനി എന്തിൻ്റെ മരുന്നാണ് എങ്ങനെയാണ്? ഇതിൻ്റെ പുറത്ത് എഴുതിയ കടലാസുണ്ട്, അത് വരെ എടുത്തിട്ടോ. ഇതൊക്കെ എന്ത് പരിശോധനയാണ് ഇതൊക്കെ? ഇനി ഇതിന് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയത്തില്ല, കാരണം ഫസ്റ്റ് ഉപയോഗിക്കുന്ന എയ്ഡുകൾ മൊത്തം ഇതിന് പോയിന്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് പാരാസിറ്റമോൾ ഉണ്ട്. ഇനിയിപ്പോൾ എയ്ഡ് എന്ന് പറയാം, എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയത്തില്ല. ഹലോ, ഹൗ ആർ യു? ഗുഡ്, ഗോയിങ് വെൽ. ഫസ്റ്റ് ദിവസം തന്നെ മൂഞ്ചി ഗൈസ്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഫസ്റ്റ് ദിവസം തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഈ വനിയനെ കെട്ടുകൊണ്ടാണ് അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കോണൊക്കെ കെട്ട് നടക്കുന്നത്. അല്ലെങ്കിലും ഇവിടെ കോണൊക്കെ കെട്ട് തന്നെ അല്ലേ, കാരണം അടിച്ചു മാറ്റലുകൾ കൂടുതലായതുകൊണ്ട് ആ കോണകയെങ്കിലും കിട്ടും. ഒബി നമ്മുടെ ഫ്രണ്ട് പോവാട്ടോ. നമുക്ക് ഓക്കെ, സീ യു ഫ്രം നൈജീരിയ ഓർ സീഷൽസ്. To Mumbai. വെൽക്കം ടു മുംബൈ. ഇത് നമ്മളെ ഇന്ത്യൻ്റെ വണ്ടി, ബജാജാണിത്. ഇവിടെ മൊത്തം ബജാജാ കളിക്കണേ. ആ, ഇത് ബജാജിന്റെ ഓട്ടോറിക്ഷ ഉണ്ടോ? ആ, ഇത് ആപ്പയാണ്. ആ, എന്തായാലും ഇന്ത്യൻ്റെ. ഇവിടെ ബജാജ് ഉണ്ട്, ടി വി എസ് ഉണ്ട്. വേറെ ഇവിടെ ആദ്യം എല്ലാ ടി വി എസ് എല്ലാ ബൈക്കിനും ബജാജ് എന്നാ പറയാ. ഓക്കെ, സീ യു, ബൈ ബൈ. Bye bye, friend. നമ്മളൊന്ന് പുറത്ത് പോവാം, നമുക്ക് കുറേ പരിപാടി ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡ്രൈവാണ് ആഫ്രിക്കയിൽ. വണ്ടി മൊത്തത്തിലൊന്ന് സെറ്റാക്കി ക്ലീനാക്കി എടുത്തിന്. ഒരു സാധനം കൂടി നമുക്ക് വരാണ്ട്. നമ്മൾ വേറെ ലഗേജിലാണുള്ളത് കേട്ടോ. അത് ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി മാറി. കാരണം ആ 4x4 പ്രശ്നമില്ല, നമ്മൾ ലാസ്റ്റ് വണ്ടി ഷിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം. അപ്പോൾ അതുകൂടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലിയർ ആക്കാം. പ്രശാന്താട്ടൻ്റെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് സെറ്റാക്കിയിട്ട് വേണം ഇവിടെ നമുക്ക് വിടാൻ. നെക്സ്റ്റ് കൺട്രി ഈസ് ടാൻസാനിയ. അത് നല്ല പീസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തൊരു രസമാണ് ഇവിടെ. നാട്ടിലത്തെ കാലാവസ്ഥ. കുരങ്ങന്മാരെ കണ്ടിട്ട് ഇവിടെ ബീച്ചിലെ കുരങ്ങന്മാരുള്ള ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മാത്രമല്ല എന്തൊക്കെയോ തരം കായ്കളുണ്ടാവണ മരങ്ങൾ, എന്തൊക്കെയോ വെറൈറ്റികളാണ് വല്ല പരിപാടി. സോ എന്നാൽ പോവാം. ബസ്സിൽ വരുന്നുണ്ട്, നമുക്ക് പോയി ഫുഡ് കഴിക്കണം. പിന്നെ നമുക്ക് ഈ വെൽഡിങ് ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും തപ്പണം. ബാക്കിൽ കുറച്ച് പരിപാടി ഉണ്ട്. ഉണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. ഇതാണ് ഗ്രീൻ കളറ്. ഇതിപ്പോൾ 4x4 എൻഗേജ് ചെയ്താലാണ് ഇങ്ങനെ ഇവിടെ പച്ച കളറ് കത്തേണ്ടത്. ഇപ്പോൾ 4x4 നമ്മൾ എൻഗേജ് ഇപ്പോഴാണ് ചെയ്യുന്നത് ശരിക്ക്. പക്ഷേ അതവിടെ ഓൾറെഡി വന്നു. പിന്നെ അതേപോലെ ഇവിടെ ഒരു പഞ്ചർ കാണുന്നുണ്ട്, കാണുന്നു. സ്റ്റെപ്പിനിയിൽ കാറ്റ് ഇല്ലേ. വെൽക്കം, വെൽക്കം ടു വാഗാബോണ്ട്. ഇതെന്താ കുപ്പിത്തട്ടും പാത്രമൊക്കെ ഉണ്ട്. നമ്മൾ പോയി വെള്ളം ധാന്യമൊക്കെ ശേഖരിച്ചു വരണം അല്ലേ ബോസ്? ആഫ്രിക്കയാണ്. ഇത് ആഫ്രിക്ക എന്നുള്ള എൻ്റെ ലഗേജ് കാണാതായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. വണ്ടീൻ്റെ എഞ്ചിനൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഭാഗ്യം ഉണ്ട്. അതാണ് ഇപ്പോൾ വലിയ സമാധാനം വന്നത്. നമ്മള് ഷിപ്പ് ചെയ്യുമ്പോ വണ്ടിന്റെ ബാറ്ററി, ഈ നമ്മളെ ഈ എക്സ്കവേറ്റർ മെഷീനൊക്കെ അല്ലേ, അതൊക്കെ വരുമ്പോ അതിന്റെ ഹൈഡ്രോളിക് ഓയിൽ, എഞ്ചിൻ ഓയിൽ, ബാറ്ററി ഒക്കെ മിസ്സാവും. അപ്പൊ കുഴപ്പമില്ലേ, വലിയ വലിയ സാധനം പോകണ്ടല്ലോ. എനിക്ക് ഏകദേശം ഒരു 10 റുപ്യയുടെ സാധനം പോയിണ്ടാവും. വണ്ടി കിട്ടിയ തന്നെ വലിയ ലാഭം. അല്ല എങ്ങട്ടാ പോണേ? ഇതിപ്പോ ഇവിടെ ചാലിയത്ത് കണ്ടെത്തിട്ട്
ഇവരാണ് ഇവിടെ ഭരിക്കുന്നത് ഈ ഒരു ടീം. ഷെയർ ടാക്സി. ഇതിൻ്റെ പ്രത്യേകത ഞാൻ കണ്ടത് വെച്ചാലേ ബാക്കിലെ ടയർ വലുതും മുന്നത്തെ ടയർ ചെറുതും. എന്താണ് അതിൻ്റെ സ്റ്റൈലിന്ന് മനസ്സിലാവണില്ല. ഇതൊക്കെ ടയർ പുറത്തുകളിലേക്കാണ്. ഇവര് പല കോലത്തിൽ ഈ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് അത് അലങ്കരിച്ചിട്ട് ഇവിടുത്തെ രാജാക്കന്മാർ പോലാണ്. കണ്ടോ ആ വണ്ടിയെ കണ്ടില്ലേ, ബാക്കിലത്തെ ടയർ വലുത്. പെട്ടിയൊക്കെ തട്ടി വരതി എങ്ങനെ തട്ടിയല്ലോ ഇടുവോ നമ്മൾ തമ്മില. ആ ചങ്ങായി വലിച്ചതാ ഡോർമ. പുറത്തുനിന്ന് നമ്മളോ ക്യാമറ കണ്ടിട്ട് പുറത്തുനിന്ന് വലിച്ചതാണ്. തരക്കേടില്ലല്ലോ. കുറെ നേരം അവിടെ നിന്ന് നോക്കണ്ടായി ക്യാമറ നമുക്ക്. പിന്നെ വന്നുകൊണ്ട് വലിക്കാൻ നോക്കിയതാ. ഡോറ് ലോക്കല്ലേ നോക്കിയത്. ഇവിടെ ഡോറ് തുറന്നുകൊണ്ടൊക്കെ കൊണ്ടുപോവോ? പിടിച്ചു വലിച്ചു ഓടും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആരത്? വാസന്തി അല്ലത്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഭയങ്കര ഫോട്ടോഷൂട്ടവിടെ നമ്മളിങ്ങനെ പോവാണ്. നമുക്ക് നമ്മളെ ബ്രാബായിനെ കാണണം, പ്രശാന്തേട്ടനെ, എന്നിട്ട് റൂമിൽ കയറണം. ഇവിടെ നാളെ വമ്പൻ സമരം നടക്കാൻ പോവാണ്. ഇവിടെ കാര്യമായിട്ട് പ്രശ്നം നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ബില്ല്, അതിനെതിരെയുള്ള സമരം. അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓൾറെഡി അത് സമരം കാരണം സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും യൂത്ത് അത് ഏറ്റെടുത്തത് പ്രസിഡന്റ് രാജിവെക്കണം. പ്രസിഡന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണ വരെ സമരം. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ സമരത്തിൽ വെടിവെപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടീൻ്റെ മേത്ത് തന്നെ 8ഓളം ബുള്ളറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തൊക്കെ നാളെ മുതൽ ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഇന്ന് മാക്സിമം ഉള്ള പരിപാടികൾ തീർത്തിട്ട് വേറെ റൂം കയറി ഒളിച്ചിക്കുക. ഇവിടെ നാളെ വെടി വെച്ച് കഴിഞ്ഞിട്ട് പോവാം. അയമോദകത്തിൻ്റെ വെള്ളം കൊണ്ടുവന്ന് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കുക, വയറ് ക്ലീനാക്കി അങ്ങനെ കടന്നുറങ്ങാം. ഇതിലുണ്ടോ? ആ റൂമിലാണ്. അതാണ് നാളത്തെ മെയിൻ പരിപാടി. വെടിയൊക്കെ വെച്ച് ഉണ്ട തീർന്നിട്ട് മറ്റന്നാളെ ഇവിടുന്ന് പോവാം. ഓക്കെ. അതിൻ്റെ ഇടയിൽ നമ്മളെ മിസ്സായ ലഗേജ് ചിലപ്പം ഇന്നോ നാളെ വരും. അതും എടുക്കുക. ഇവിടുന്ന് കിട്ടിയ വണ്ടിക്ക് പായുക. ഇവിടെ എയർടെല്ലാട്ടോ മെയിൻ നെറ്റ്വർക്ക് മൊത്തം കൈകാര്യം ചെയ്യുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ ഭാഗങ്ങൾ മൊത്തം അവരുടെ കയ്യിലാണ്. അപ്പം എയർടെൽ ശരിക്കും പറഞ്ഞാൽ ഒരു മുത്താണ്. ഒരുവിധം എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. അതെ, എയർടെൽ അല്ലേ. അത് നമ്മൾ ഇവിടുന്ന് എയർടെലിൻ്റെ സിം എടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മളെ ഫോണിലാണ് ഇൻസേർട്ട് ചെയ്യുമ്പം അതിൽ മെസ്സേജ് ആണ്ട് വരും ഭാരതി എയർടെലിന്. അത് കാണുമ്പോൾ തന്നെ ഒരു റോമാഞ്ചിഫിക്കേഷൻ കിളിമഞ്ചാരമാണ്. എന്താടോ മൊത്തം ഇതിപ്പോ ഞമ്മക്ക് നേരാണല്ലോ എല്ലാവരും. ഇതൊക്കെ നാളെ വെടിയൊക്കെയുള്ള ആൾക്കാരാണ് ആ പോണേ. നാളെ പൊട്ടാനുള്ള വെടി ഉണ്ടാക്കി അടുത്ത റൈറ്റ്. ഇത് ആഫ്രിക്കയിലിൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ കൈകളാണ്. ഇനി ഇവിടെ ഒരുവിധം വണ്ടിൻ്റെ കോലം കാണാൻ പറ്റാതെക്കണ വരെ ഞാൻ കേൾക്കൂല. അത്രയും വൃത്തികേടായി കഴിഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. എന്നാലും നമ്മൾ യാത്ര പോകണതിൻ്റെ ഒരു ഫീലൊക്കെ ഉള്ളൂ. ഇത് പുതിയ വണ്ടി കയറ്റി കല്യാണത്തിന് പോകണവർ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ വേണം. അതുകൊണ്ട് ഇനി ഫുള്ള് പൊടിപടലങ്ങൾ നിറഞ്ഞ് എൻ്റെ വണ്ടി ഏതാണെന്ന് തിരിച്ചറിയാതെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ കാണുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വണ്ടി കേൾക്കുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റത്തെ കേൾക്കുകയാണ്. ഇപ്പം നല്ല കൂട്ടപ്പനായിട്ട് ഇങ്ങനെ കാണാൻ നമുക്ക്. കാര്യമായിട്ട് നമ്മളെ വണ്ടീൻ്റെ ബാക്കിലെ ഫ്യൂൽ ക്യാൻ വെക്കുന്ന പട്ട സ്ട്രോങ് ആക്കി ഉണ്ടാക്കാം കേട്ടോ. ഒരു ഇതിമന്ന് കട്ട് ചെയ്ത് നല്ല സ്ട്രോങ് ഉള്ള സാധനം എടുക്കാം. എല്ലാ സാധനവും സ്ട്രോങ് ആക്കട്ടെ. ഒരു നമ്മളെ വണ്ടിയിലെ ടൂൾസ് കിറ്റ് കാണാനില്ല, പുതിയൊരു സാധനം കൂടി കാണാനില്ലാതായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിലുണ്ടായിരുന്ന ബൂസ്റ്റർ ചാർജർ ഉണ്ട്, അതും കാണുവാനില്ല. വണ്ടീൻ്റെ എൻജിനയിലുണ്ടായത് ഭാഗ്യം എന്നുള്ളതാണ് വിനോദേട്ടൻ പറഞ്ഞ്. ഈ കുറ്റിഞ്ഞ് വേറെ എവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നല്ലേക്കൂലേ. ഇത് മീശവാതല് പറഞ്ഞാൽ ശാരോത്തെ
ഷാരോത്തേക്ക് ഇന്ത്യയല്ല അമ്മ അത് പറഞ്ഞില്ലേ. അതേമാതിരി വേറെ വരൻ്റെ കുറ്റി ഊരി ഉണ്ടെന്നല്ലോ അത്. ബൈ ദ വൈ ഇതാണ് നമ്മുടെ വിനോദേട്ടൻ. നമ്മളെ വണ്ടിയൊക്കെ ക്ലിയർ ചെയ്ത ആളാണ്. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമാണ് ഈ പരുവത്തിൽ ഇവിടെ ആയി കിട്ടിയത്. മുമ്പ് പറഞ്ഞ എൻജിൻ അതിലുള്ളത് തന്നെ ബാക്കി ഇവരുടെ സ്വഭാവം വെച്ചിട്ട് ബാക്കി പോയത് പോട്ടെ. വണ്ടി എൻജിനും ഓടുന്നുണ്ടല്ലോ വണ്ടി എന്നാ പറഞ്ഞത്. നിങ്ങളിവിടെ ഏത് കമ്പനിയിലെ വർക്ക് എന്തായിരുന്നു? 20 ക്യൂബില്ലേ? ഓക്കെ. ഇവരും ഞാൻ സംഭവം ഇവർ സമ്പത്തിൽ വിനോദേട്ടൻ ഇവിടെ ക്ലിയറിങ്ങും പരിപാടികളൊക്കെ. പക്ഷേ അത് എനിക്കതൊന്നും അറിയില്ല. ഞാൻ ഇവിടുത്തെ ഒരു മലയാളി നിൽക്കാണ് ആളോട് ഏൽപ്പിച്ചത് ക്ലിയർ ചെയ്യാൻ. ബൈ ദ വൈ ആൾ ക്ലിയറിങ് തന്നെ ആയിരുന്നു ബോസിൻ്റെ പരിപാടി. അതുകൊണ്ട് നമ്മൾ പരിപാടി എളുപ്പം ശരിക്കും ഒരു വർക്കിൻ്റെ എടുത്തിട്ടുള്ളൂ അല്ലേ. അതിൻ്റെ ഇടയിൽ സൺഡേ വന്നതുകൊണ്ടാണ് ഒരു വർക്കിൻ്റെ ശരിക്കും എടുത്തിട്ടുള്ളൂ ക്ലിയർ ആവാം. വണ്ടി ക്ലിയറായി പോകുന്നിട്ടോ. പക്ഷേ കുറച്ച് സാധനങ്ങൾ പോയി എന്നല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ. നല്ല ദമ്മിലാക്കി കേട്ടോ ചെറിയോനെ ആമർ വെൽഡ് ചെയ്യാണ് ഇപ്പോൾ. ഓനോ ആമറ വെൽഡ് ആദ്യം ആമറൊന്ന് വെൽഡ് ചെയ്യാണ്. ശരിയാക്കട്ടെ എന്നിട്ടല്ലേ കാലുമൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. ലിജു ഏട്ടനൊക്കെ അതവിടെ വന്നാണ്. എൻ്റെ ഇവിടെ എന്താ പീരങ്കിയൊക്കെ. ഇതെന്തോ കാര്യപ്പെട്ട സ്ഥലാട്ടോ. ഇത് പടയോട്ടത്തിന്റെ നാടാണ് പറയണേ. ഇത് പഴയ അതാണ്. ഇത് ഫോർട്ടാണിത്. ഇതില് വെടിന്റെ ആൾക്കാരല്ല അനങ്ങ വെടി അവിടെ. ഇത് ഫോർട്ടാണ്, മുംബാസയിലെ ഫോർട്ട്. എന്ത് തേങ്ങയിലത്തെ വണ്ടിത്തെ സാധനം ഇവൻ കാട്ടുകാണ്ട് കള്ളമാരി. കുറ്റം പറഞ്ഞാൽ നമുക്ക് പറ്റൂല കേട്ടോ. ആഫ്രിക്കക്കാരെ കുറ്റം പറയാം. എന്നാ ആയിക്കോട്ടെ. എന്നാ കാണ്ടിത്തെ സാധനം അടിയകാരം. ആഫ്രിക്കക്കാരെ പറഞ്ഞ അടിയകാരം. അല്ല നിങ്ങള് വണ്ടിയിൽ ഇങ്ങനെ സാധനം വെച്ച് കണ്ട് ഇങ്ങോട്ട് അയച്ചു കണ്ട് നമ്മൾ ആഫ്രിക്കക്കാരെ കുറ്റം പറയല. കഴിഞ്ഞോ? ബാക്കി ഫുഡ് അപ്പൊ പറഞ്ഞുതരാം. വാതിൽ തുറക്കൂ സീസർ. ഹലോ ഗായ്സ്, വെൽക്കം ഹോം. അയ്യോ, അങ്ങനെ ഒടുവിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടു ഗായ്സ്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ അണിഞ്ഞിരുന്നു. ഇവിടെ പ്രശാന്തേട്ടനും മൊത്തം ഫാമിലി പാലക്കാട് മൊത്തം ഇവിടെ ഉണ്ട്. പാലക്കാടിൻ്റെ ഒരു ഏരിയ പഞ്ചായത്ത് ഏതാണ്? നിങ്ങളെ പഞ്ചായത്ത് ഏതാ? ഒറ്റപ്പാലം ഗ്രാമപഞ്ചായത്ത് മൊത്തം ഇവിടെ ഉണ്ട്. നമ്മളിവിടെ മൊംബാസക്ക് കീഴടക്കി. ആ പിന്നെ ലിജു ഏട്ടൻ ഇന്നലെ എന്നെ പിക്ക് ചെയ്യാൻ നാളായിരുന്നു. നമ്മൾ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടില്ല. പിന്നെ ഇവർ കാണുമ്പോൾ ഒരേപോലെ നിൽക്കുമെങ്കിലും നിങ്ങൾ ശരിക്കും നിങ്ങൾ ആരായിട്ട് വരും? ഇത് ശിവേട്ടനാണ്. നിങ്ങൾ ആരായിട്ട് വരും ശരിക്കും? ശരിക്കും ആരുമല്ല, പക്ഷെ അറികൂടില്ല. ഇതേമാതിരി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വരുമ്പോ പിന്നെ പക്ഷെ നേരിട്ടൊരു പരിചയമില്ല തന്നെ. ഈ കഥ ഞാൻ ഏതോ സിനിമയിൽ കേട്ടിട്ടുണ്ടല്ലോ. കത്തി അടിച്ച് വിടുകയാണോ പിന്നെ 29 വർഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പ്രായം ഉണ്ട് ഇവര് ഈ നോട്ടിപ്പിച്ചില്ല നടത്തത്തിന്. അങ്ങനെ നടന്ന് ഇവരെ ലുക്കായതാ. എനിവേ അത് ഇവിടെ ഇരിക്കി നമ്മളൊരു തലക്കന്ന് ഇങ്ങനെ പരിചയപ്പെട്ട് ഇങ്ങനെ വരുന്നല്ലേ ഉള്ളൂ. അത് മൊത്തം ഇവരെ ഫാമിലി ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു ഹായ് പറയും, വലിയൊരു ഹായ്. അല്ല ഇനി ഉണ്ടായിരുന്നല്ലോ നമ്മളെ കൂടെ ആൾക്കാർ. അതെന്താ പല്ലിലൊക്കെ കുത്തി നല്ല ടേസ്റ്റുള്ള ഫുഡ് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്ന വന്നിട്ട് വേറൊരു ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ ആകെ ഇപ്പം ഇന്നത്തെ ദിവസത്തിൽ ആകെ ഒരു ഗുഡ് ന്യൂസ് കിട്ടിയിട്ടുള്ളൂ. നമ്മളെ ലഗേജ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യണം. ആ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നലെ ഇത് വഴിയാണ് വന്നത് കണ്ടോ, മൊംബാസ റാഹ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അടച്ചിരുന്നൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണുന്നത്. പൂട്ടിയിട്ടിരിക്കുക. ഞാൻ അതേമാതിരി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ലഗേജ് വിട്ടിട്ടാൻ വേണ്ടി ഞാൻ 2000 കെനിയൻ പൈസ കൊടുത്ത് ഒരു ലഗേജ് എങ്ങനെയോ റിലീസാക്കി എടുത്ത്. അവർ പറഞ്ഞ് അതിന് പൈസ വേണം, ടാക്സ് അടയ്ക്കണം, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ പിന്നെ പ്രശാന്തേട്ടൻ അതിന് കുറച്ച് പൈസ കൊടുത്ത് എന്നിട്ട് ആ സാധനം റിലീസായി കിട്ടി. എന്നിട്ട് ഇന്ന് ലഗേജ് ഇപ്പം അടുത്ത ലഗേജ് വരുന്നുണ്ട്.
ഇനിയിപ്പോൾ ആ ഗേറ്റിൻ്റെ ചാവി തിരഞ്ഞ് നടക്കുന്നുണ്ട് തുറക്കാൻ. അത് തുറന്നിട്ട് വേണം ഈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ ഒരു ഫ്ലൈറ്റ് വന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ എയർപോർട്ട് പൂട്ടും. പിന്നെ അടുത്ത ഫ്ലൈറ്റ് വരണം തുറക്കണമെങ്കിൽ. അങ്ങനൊരു കഥ. ഇനിയിപ്പോൾ ചാവി തരാൻ ആൾ പോയിന്.